ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. 10ാം ക്ലാസ് പരീക്ഷ തുടങ്ങിയിരിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. 10ാം ക്ലാസ് +1 +2 എഴുതുന്ന എല്ലാവർക്കും, മറ്റെല്ലാ പരീക്ഷ എഴുതുന്നവർക്ക് ദൈവത്തിൻ്റെ കരം കൂടെയിരുന്ന് അവരെ സഹായിക്കുന്നതിനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന മലയാളം ചാനലിൽ ഞാൻ 10ാം ക്ലാസ്സുകാരുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഇട്ടിട്ടുണ്ട്. അതിൽ ചില ദൈവവചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു പരീക്ഷാ അനുഭവം ഉണ്ടാകും. അത് കാണുക, അത് ഷെയർ ചെയ്യുക. വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനൽ മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സ് എന്ന ഇംഗ്ലീഷ് ചാനൽ പ്രാർത്ഥന ഇടാറുണ്ട്. നിങ്ങളത് കാണുക. അതിൽ വളരെ കുറവ് വ്യൂവേഴ്സേ ഉള്ളൂ. ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർ, മനസ്സിലാകുന്നവർ തീർച്ചയായും അത് കാണുക. ഒത്തിരി ദൈവാനുഗ്രഹമുള്ള പ്രാർത്ഥനകളാണ്. ഈ നൊയമ്പുകാലത്തിൽ 40 ദിവസത്തെ ഒരു പ്രത്യേക പ്രാർത്ഥന അതിലിടുന്നുണ്ട്. നിങ്ങളത് കാണുക. മനസ്സിലാകില്ല എങ്കിൽ അത് ഓണാക്കി വെക്കുക. തീർച്ചയായും അതിൻ്റെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആ ചാനലിൻ്റെ വിവരണങ്ങൾ എൻഡ് സ്ക്രീനിൽ ഇടുന്നുണ്ട്. നിങ്ങളത് കാണുക. തീർച്ചയായും നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷ എഴുതുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വഴികൾ കർത്താവിന് പ്രീതികരമാണോ എന്ന് കാണാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമാണ് എങ്കിൽ ശത്രുക്കൾ പോലും അവന് മിത്രങ്ങളായി മാറും എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ നമ്മുടെ ഹൃദയത്തെ ആത്മശോധന ചെയ്യാം. നമ്മിൽ തന്നെ, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് നോക്കി കർത്താവ് നമ്മെ നോക്കിക്കാണുന്നത് പോലെ ഈ രാത്രിയിൽ നമുക്കും നമ്മെ ഓരോരുത്തരെയും നോക്കിക്കാണുന്നതിന് പരിശ്രമിക്കുക. തീർച്ചയായും നമ്മുടെ ബലഹീനതകളെ, കുറവുകളെ, പാപങ്ങളെ ക്ഷമിക്കുകയും നമ്മോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മെ എല്ലാ മേഖലയിലും നമുക്ക് അനുഗ്രഹം നൽകും. അതിനാൽ എളിമ നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവെ, ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവിൻ്റെ സന്നിധിയിൽ നാം പ്രീതികരമായി കാണപ്പെടും. വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു. അനർത്ഥ ദിനത്തിനു വേണ്ടി അവിടുന്ന് ദുഷ്ടരെയും സൃഷ്ടിച്ചു. അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല, തീർച്ച. ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തേക്കാൾ വിശിഷ്ടം. മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു, അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. രാജാവിൻ്റെ നാവിൽ ദൈവനിശ്ചയം കുടികൊള്ളുന്നു, വിധിക്കുമ്പോൾ അവന് തെറ്റുപറ്റുകയില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ശത്രു ഭയത്തിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അധികാരികൾ, മാതാപിതാക്കൾ,
ഗുരുക്കന്മാർ, മുതിർന്നവർ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവമേ, അത് നിന്റെ സ്വരമായി തിരിച്ചറിഞ്ഞ് ഞങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ദൈവസ്വരം തിരിച്ചറിഞ്ഞ് ദൈവസ്വരത്തിന് പ്രാധാന്യം നൽകി ജീവിക്കാൻ, ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഇത് ഷെയർ ചെയ്ത് ഈ ലോകമെമ്പാടും എത്തിക്കുകയും ചെയ്യുന്നവർക്ക് നിന്റെ കാരുണ്യവും സുഭിക്ഷതയും സംരക്ഷണവും അനുഗ്രഹവും എപ്പോഴും നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, സകല തിന്മയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ അകറ്റി നിർത്തണമേ. ദൈവഭയം സകല തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കും എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ദൈവഭയം നൽകി കർത്താവ് എന്താണ് ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത്, ഞങ്ങളുടെ അന്തരാത്മാവിനോട് സംസാരിക്കുന്നത്, അത് കേൾക്കാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, നീ കാരുണ്യവാനാണ്, നീ അനന്ത സ്നേഹവാനാണ്. ഈ രാത്രിയിൽ ഭയത്തോടും നിസ്സഹായതയോടും കൂടെ ഞങ്ങൾ അങ്ങയെ നോക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ അവസ്ഥയെ നീ കാണണമേ. ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ കാണണമേ. ചുറ്റിനും അസമാധാനത്വവും അക്രമങ്ങളും ദുരന്തങ്ങളും യുദ്ധവും പ്രതികൂല സാഹചര്യങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ ദൈവമേ, ഞങ്ങൾ അങ്ങയെ നോക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ ഞങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുന്നു. കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. കർത്താവിൽ ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ടു പോകുന്നവർക്ക് ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന തിരുവചനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. കർത്താവേ, ഈ ലോകത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയെ മാറ്റി എങ്ങും സമാധാനം പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ, വ്യക്തിജീവിതത്തിൽ, സമൂഹത്തിൽ, ഞങ്ങളുടെ സംസ്ഥാനത്തിൽ, ഞങ്ങളുടെ രാജ്യത്തിൽ, ഈ ലോകം എമ്പാടും കർത്താവേ, നിന്റെ സമാധാനം നിലനിർത്തണമേ. തെറ്റ് ചെയ്യുന്നവരെ നീ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമേ. നുണ പറഞ്ഞ് പരത്തി ഈ ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ അധികാരികളുടെ മേലും നീ ഇടപെടണമേ. കർത്താവേ, അങ്ങ് കുരിശുമരണം പ്രാപിച്ച് 3-ാം ദിവസം ഉദ്ധാനം ചെയ്തു എന്ന സത്യം മറച്ചുവച്ചിരിക്കുന്ന വ്യക്തികളെ നീ നേരിട്ട് ഇടപെടണമേ. കർത്താവേ, ഇന്നും അവർ നുണ പറഞ്ഞ് ഈ ലോകം മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവമേ, നീ അടങ്ങിയിരിക്കരുതേ. ഞങ്ങളെല്ലാം നിന്റെ മക്കൾ തന്നെയാണ്. കർത്താവേ, കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യം തിരിച്ചറിയുന്നവരെ നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. തിരിച്ചറിയാത്തവരെ അനുതാപം നൽകി അവരെ നിന്റെ സന്നിധിയിലേക്ക് വിളിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ കാത്തുകൊള്ളണമേ. സകല ദുരന്തങ്ങളിൽ നിന്നും അവരെ നീ രക്ഷിക്കണമേ. നിസ്സഹായരായ വ്യക്തികളെ, രാജ്യങ്ങളെ, സ്ഥാപനങ്ങളെ, കുടുംബാംഗങ്ങളെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, മനുഷ്യൻ്റെ ശക്തി പ്രാബല്യം അങ്ങ് ദാനമായി നൽകിയതാണ് എന്ന വിശ്വാസം എല്ലാവർക്കും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകാത്തതായി ഞങ്ങൾക്കൊന്നുമില്ല. അതിനാൽ ഈ രാത്രിയിൽ നിൻ്റെ മക്കളെ പീഡിപ്പിക്കുന്ന എല്ലാവരുടെ മേൽ നീ ഇടപെടണമേ. സത്യം മറച്ചു വയ്ക്കുന്ന എല്ലാവരുടെയും മേൽ നീ ഇടപെടണമേ. കർത്താവേ, നിൻ്റെ ജനത എന്ന് പേര് കേട്ട വ്യക്തികൾ അവർ സത്യത്തിൽ നിന്നും പിന്തിരിയുമ്പോൾ നീ അവരെ തിരികെ കൊണ്ടുവന്ന് സത്യത്തിൻ്റെ പാതയിലേക്ക് നടത്തണമേ. ദൈവമേ, ഈ ലോകത്തിൽ നിന്നും ദുരന്തവും തിന്മകളും എന്നേക്കുമായി തച്ചുടച്ചു കളഞ്ഞ് എങ്ങും സമാധാനവും സന്തോഷവും നിലനിർത്തണമേ. കർത്താവേ, എല്ലാവർക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യം നീ നൽകണമേ. ആരും ആരെയും തകർക്കാൻ ശ്രമിക്കാതെ എല്ലാവരും ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ സന്മനസ് നൽകി എങ്ങും സമാധാനം വ്യാപിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മറ്റുള്ളവരുടെ ദുഷ്ടത കാരണം സഹിക്കുന്ന അനേകം വ്യക്തികൾ, കുടുംബങ്ങളുണ്ട്. നഷ്ടത്തിലായ ബിസിനസ്സുകാരുണ്ട്. നിസ്സഹായതയിൽ കഴിയുന്ന
കുടുംബാംഗങ്ങളുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാതെ വീടിനുള്ളിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന വ്യക്തികളുണ്ട്. കർത്താവെ, ജോലിക്ക് പോലും പോകാൻ പറ്റാതെ വേദനിക്കുന്നവരുണ്ട്. നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എയർപോർട്ട് അടച്ചത് കാരണം തിരികെ നാട്ടിലേക്ക് വരാൻ പോലും പറ്റാതെ ദുഃഖത്തിൽ ആയിരിക്കുന്നവരുണ്ട്. കർത്താവെ, ഈ യുദ്ധം കാരണം അനേകരുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയായിരിക്കുന്നു. ദൈവമേ, നീ ഇടപെടണമേ. ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ നീ മാനിക്കണമേ. കർത്താവെ, യുദ്ധം കൊണ്ടുവരുന്ന സകല വിനാശത്തിൽ നിന്നും നിന്റെ മക്കളെ കാത്തുകൊള്ളണമേ. ഈ ലോകത്തെ മുഴുവൻ കാത്തുകൊള്ളണമേ. ആരും യുദ്ധത്തിൽ കൂടി ഇതുവരെ ഒന്നും നേടിയിട്ടില്ല. എന്നാൽ സമാധാനത്തിലൂടെയാണ് സകല നന്മകളും പുനഃസ്ഥാപിക്കപ്പെടുന്നത്. അതിനാൽ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, ഞങ്ങൾക്ക് സന്തോഷം നൽകണമേ, സുരക്ഷിതമായി കിടന്നുറങ്ങാനുള്ള കൃപ തരണമേ, സംരക്ഷണം ഏർപ്പെടുത്തണമേ. നിന്റെ സ്വർഗീയ ദൂതന്മാർ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും ചുറ്റും കോട്ട കെട്ടി കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നീ കരുണയോടെ കാത്തുകൊള്ളണമേ. പ്രത്യേകമായി 10ാം ക്ലാസ് പരീക്ഷ തുടങ്ങി +1 +2 പരീക്ഷ ഇവ എഴുതുന്ന കുഞ്ഞുമക്കളെ നീ ഒത്തിരി അനുഗ്രഹിക്കണമേ. കർത്താവെ, അവർക്ക് പൂർണ്ണമായും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അവർ പഠിച്ചതെല്ലാം ആവർത്തിക്കുന്നതിനും പഠിച്ചതെല്ലാം ഓർക്കുന്നതിനും ഭയം കൂടാതെ പരീക്ഷ എഴുതുന്നതിനുള്ള ആത്മശക്തിയും കൃപയും നൽകി, ബുദ്ധിയും വിവേകവും നൽകി, കൃത്യമായി പഠിച്ചതെല്ലാം കൃത്യമായി ഉത്തരം ആയി എഴുതാനുള്ള കൃപ കൊടുക്കണമേ. അതത് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരമെഴുതി ഉന്നത വിജയം പരീക്ഷയിൽ നൽകി ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ചുറ്റുവട്ടത്തും നടക്കുന്ന എല്ലാ ദുസ്സംഭവങ്ങളും ഞങ്ങളുടെ മക്കളെ ബാധിക്കാതിരിക്കാൻ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കാതിരിക്കാൻ കർത്താവെ, നീ അവർക്ക് ചുറ്റും കോട്ടയായിരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ കേൾക്കണമേ. ഇപ്പോൾ നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നീ കാത്തുകൊള്ളണമേ. അവരുടെ ആവശ്യങ്ങളെ നീ കാത്തുകൊള്ളണമേ. കർത്താവെ, വിദേശത്തായിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി നീ സംരക്ഷിക്കണമേ. വീടും കുടുംബവും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമ്പത്ത് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യുദ്ധം ചെയ്യുന്നവർ ഇതൊന്നും അറിയുന്നുണ്ടാവുകയില്ല. എന്നാൽ നഷ്ടഭാരങ്ങളാൽ ഒത്തിരി നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന സാധാരണക്കാർ ഒത്തിരിയധികം വേദനിക്കുന്നു. ദൈവമേ, നീ ഇടപെടണമേ. അനാഥർക്കും വിധവകൾക്കും നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നവർക്കും നീ ഇടപെടണമേ. ദൈവമേ, നിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്കെതിരെ പോരാടുന്ന എല്ലാ ദുഷ്ടശക്തികളെയും നീ തകർത്തെറിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരും നിന്റെ മക്കളാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും കർത്താവായ ദൈവമേ നിന്റെ മക്കൾ തന്നെയാണ്. അതിനാൽ നിന്റെ മക്കളുടെ സൗഖ്യവും സംരക്ഷണവും നീ പുനഃസ്ഥാപിക്കണമേ. ആരും നിന്റെ മക്കളെ തൊടാൻ നീ അനുവദിക്കരുതേ. കർത്താവെ, യുദ്ധത്തിന് താല്പര്യമുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ശരിയായ ദിശയിലേക്ക്, സത്യത്തിൻ്റെ പാതയിലേക്ക് നീ നയിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ എല്ലാവരുടെയും ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ. അവർക്ക് നിത്യജീവൻ നൽകി അവരുടെ പാപങ്ങൾ പുറത്ത് നിന്റെ തിരുരക്തത്താൽ അവരെ കഴുകി ശുദ്ധീകരിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും ഈശോയെ നിന്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലെ വിശുദ്ധീകരിച്ച് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നാളത്തെ ദിവസം നല്ലൊരു ദിവസം കാണാൻ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഈ രാത്രിയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് വലിയ അനുഗ്രഹങ്ങൾ നൽകി നാളെ നല്ലൊരു അത്ഭുതം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഈ ലോകം മുഴുവനുള്ള എല്ലാവരെയും അങ്ങ് ചേർത്ത് വെക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നീ
പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും യുദ്ധത്തിൽ നിന്നും ഭീഷണിയിൽ നിന്നും കർത്താവ് നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ. ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം ദൈവകൃപ ലഭിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കർത്താവ് നൽകട്ടെ. ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങൾ കർത്താവ് സാധിച്ചു തരട്ടെ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ, ദൈവകൃപ പ്രാപിക്കുവാൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ നാളെ രാവിലെ 5 മണിക്കുള്ള പ്രാർത്ഥനയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം, ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹീലിംഗ് പ്രേയേഴ്സ് 2-ലുള്ള SSLC-ക്കാർക്കുള്ള പ്രത്യേക പ്രാർത്ഥന നിങ്ങൾ കാണുക, ദൈവാനുഗ്രഹം പ്രാപിക്കുക. ആമേൻ.